ഇന്ന് രക്തസാക്ഷി ദിനം. ഇന്നത്തെ പ്രഭാതം നമുക്ക് നമ്മുടെ വീട്ടുപരിസരത്തെ കൃഷിയിടത്തിലാവാം. കാര്യമായിട്ട് കൃഷികളൊന്നുമില്ല, എന്നിരുന്നാലും നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കളയാം. ആധുനിക രീതിയിലുള്ള ചെടികളും പൂന്തോട്ടവും ഒന്നുമില്ല, എന്നിരുന്നാലും ചെറിയൊരു വിനോദം. ഇത് നമ്മുടെ ഒരു ചെറിയ ചട്ടിയിലെ ചീര വിളവെടുക്കാറായി. അതാദ്യം ഇത് പുതിയ രീതിയിലുള്ളൊരു റോസാണ്. ചെടിക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, എന്നിരുന്നാലും ദിവസവും അതിൽ പൂവുണ്ട്. വാടാതെ ഒരാഴ്ചത്തോളം നിൽക്കും. കൃഷിക്കാരൻ്റെ വരവാണ്. രാവിലെ ചെറിയൊരു മഞ്ഞും എല്ലാം ഉണ്ട്. ഇതൊരു വഴുതന, അതിലൊരു ചെറിയ കായൊക്കെ ഉണ്ട്. 2-3 ഉണ്ടായിരുന്നു, എല്ലാം പുഴു കുത്തിപ്പോയി. കരിവേപ്പിൻ തോട്ടമാണ് മെയിൻ. രാവിലെ അല്പം കുളിരും മഞ്ഞും ഒക്കെ ഉള്ളൊരു പ്രഭാതം. നമ്മുടെ റോഡിൻ്റെ സൈഡാണ്. വാഹനങ്ങൾക്കൊന്നും ഒരു തടസ്സവുമാകാത്ത വിധത്തിൽ അല്പം ചെടികളൊക്കെ ഉണ്ട്. മൈലാഞ്ചി ചെടി. ഇത് നമ്മുടെ വാഴത്തോട്ടം. വാഴത്തോട്ടമൊക്കെ കർഷകൻ്റെ അതീവമായ പ്രയത്നത്താൽ നമുക്ക് കാണാൻ അല്പം രസമൊക്കെയാക്കി. കാട് പിടിച്ചായിരുന്നു കിടന്നിരുന്നത്. കാട്ടുപയർ കാരണം നമുക്ക് അങ്ങോട്ടൊന്നും കടന്നു ചെല്ലാനേ പാടില്ലായിരുന്നു. അപ്പം വളരെ പ്രത്യേകിച്ച് ഇതിലൊന്നും വലിയ ആദായമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനും മനസ്സുഖത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം അത്രമാത്രം. പാടമാണ്, നല്ല മഞ്ഞുണ്ട്, കണ്ടില്ലേ? ഇടയ്ക്കിടെ ചെറിയ ജലാശയങ്ങൾ. ഈ വാഴക്കിടയിലൊക്കെ ഞങ്ങളുടെ അല്പം പ്രയത്നം കപ്പ, ചീനിക്കിഴങ്ങ് എല്ലാം ഇടവിളയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. രാവിലെ കുറേ പക്ഷികളൊക്കെ വന്നു കൂടിയിട്ടുണ്ട് തോട്ടത്തിൽ. അണ്ണാന്മാരും ദിവസവും എല്ലാം അവരും വന്ന് പരിശോധിക്കും. പഴുത്തിട്ടുണ്ടോ, എല്ലാം മൂത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. ഇന്നലത്തെ ഗൃഹനാഥൻ്റെ ശ്രമമാണ്. 10-20 ചൂട് കപ്പ ഇട്ടിട്ടുണ്ട്. കവുങ്ങുന്തോട്ടമാണ് മെയിനായിട്ടും. തെങ്ങുണ്ടായിരുന്നു, തെങ്ങെല്ലാം നശിച്ച് പോവും, പിന്നെയും വയ്ക്കും. ചൂട് കാരണം എല്ലാം മൂടി, വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മൂടിക്കെട്ടി നിർത്തിയിരിക്കുകയാണ്. തെങ്ങിന് വീണ്ടും തടവെടുത്തിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു ചെറിയ ചീരത്തോട്ടം. ഇടയ്ക്ക് മഴത്തുള്ളികളൊക്കെ വീഴുന്നതിനാൽ ഇലയ്ക്കെല്ലാം കേടാണ്. മഴത്തുള്ളി പതിച്ചാൽ ഉടനെ ചീരയെല്ലാം കേടാവും. ഇത് കൃഷിയിടത്തിലെ ചെറിയൊരു മത്ത. ഏറെ നാളായെങ്കിലും അത് കായ്ഫലമൊന്നും നമുക്ക് തന്നില്ല. പിന്നെ ഇല ഞുള്ളിയാൽ കറിയാവും. ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ വെറുതെ പിഴുതെറിയാനുള്ള മടി കാരണം നിർത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ വിയറ്റ്നാം മേർലി. കായ്ച്ചില്ല, അടുത്ത വർഷമെങ്കിലും കായ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇത് കവുങ്ങും തോട്ടം, കവുങ്ങ്. പ്രത്യേകിച്ച് വലിയ പരിഗണനയൊന്നുമില്ലാതെ ഇത് നല്ലൊരു സസ്യമായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ നിൽക്കും. കായ്ഫലം എങ്ങനെയാവുമെന്നൊന്നും അറിഞ്ഞൂടാ. പുതിയ ഇനം കവുങ്ങാണ്. ഗൃഹനാഥൻ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി എല്ലാം വിളവെടുക്കാറായി. ഇലകളെല്ലാം പഴുത്ത് ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നു. കർഷകൻ എന്തെങ്കിലും പറയാനുണ്ടോ? രാവിലെ നമ്മുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങി അത്ര തന്നെ, ഒന്നും കിട്ടാനില്ല. ഇത് വേറൊരു വിയറ്റ്നാം മേർലി പ്ലാവ്.